എന്താടോ സല്യൂട്ട് ചെയ്യാനൊക്കെ മറന്നുപോയോ? അടുത്ത ഗവൺമെന്റ് ഞങ്ങളുടെയാ, ഓർമ്മ വെച്ചോ താൻ. യു ആർ അണ്ടർ അറസ്റ്റ്. അത് ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു. യു ആർ അണ്ടർ അറസ്റ്റ്. കേൾക്കാൻ നല്ല സുഖമൊക്കെ ഉണ്ട്. ചെല് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്. ചെല്. യു ആർ അണ്ടർ അറസ്റ്റ്. കാരണം രാഷ്ട്രീയം തന്നെ കാരണം. വയസ്സിലെ ടീച്ചറിന്റെ കന്യാത്വം നഷ്ടപ്പെടുത്തി നേരെ ജയിലിലേക്കാണ് പോയത്. അവിടുന്ന് നീ നേരെ റോഡിലേക്ക് ഇറങ്ങി എന്താ ചെയ്തത്? ആസിഡ് ഡീലർ. അപ്പോഴൊക്കെ നിനക്ക് ജയിലെന്ന് വെച്ചാ ടോയ്ലറ്റിൽ പോകുന്ന പോലെയാണ്. നിന്റെ താല്പര്യത്തിന് വേണ്ടി നരസിംഹനെ മച്ചാനാക്കി മാറ്റി. അദ്ദേഹത്തെ മിനിസ്റ്റർ ആക്കാൻ വേണ്ടി നീ ചെയ്യാത്ത തെറ്റുകളുമില്ല, കൊയ്യാത്ത തലയുമില്ല. അതിൽ നിന്റെ ചേച്ചിക്കും പങ്കുണ്ട്. നീ കൊയ്ത തലയുടെ ലിസ്റ്റുകളൊക്കെ ഇന്ന് പോലീസ് സ്റ്റേഷനില് പുഴുക്കൾക്ക് ഇരയാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്, കൃഷ്ണപ്പന്റെ രക്തം നിന്റെ കയ്യിൽ പുരണ്ടു. അത് അന്നേ ബിസ്ലറി വാട്ടർ കൊണ്ട് കഴുകിയതാ. ഈ നിൽക്കുന്ന ഡ്യൂക്കിലെ പോലീസുകാരേക്കാൾ നിങ്ങളെന്നെ നന്നായി മനസ്സിലാക്കി. നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന് നീ എനിക്ക് നല്ല ചേർച്ചയായിരിക്കും. വെരി ഗുഡ്. ഒരുപാട് കഴിവുകളുണ്ട് തന്നെ. വരട്ടെ. വാടാ. Take him. ഇങ്ങനെ വിളിക്കാനുള്ള ധൈര്യം എന്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ്. പിന്നെ പാഠം പഠിപ്പിച്ചെന്ന അധ്യാപകർക്ക് മാത്രമാണ്. നിന്നെ പോലെയുള്ള ലോഫർ ഒന്നും വിളിക്കാൻ പാടില്ല. നിന്റെ അധികാരവും ജനസമ്മതിയൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്തേ മതിയാവൂ. ഇവിടെയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റുകളും എന്റെ കൺട്രോളിലാണ് ഉള്ളത്. എന്റെ കേരളം എന്റെ കൈവശം. Take him.
ചേച്ചി അതിങ്ങ് താഴ്ചി, ഞാൻ പോയി വെട്ടിട്ട് വരാം. ചേച്ചി പറഞ്ഞേ ചേച്ചി ഇത്ര ആവശ്യം മാറി ഞാൻ നിൽക്കണം പോയി- അവിടുന്ന്. ചേച്ചി ചേച്ചി ഏയ് നിക്കടി, എന്താടി പറ്റിയത് നിനക്ക്? എന്നെ വിടാൻ എന്തേടി, എന്തിനാടി ആവേശം കാണിക്കുന്നത്? പ്രേതബാധ പിടിച്ചോ നിനക്ക്? നിനക്ക് എത്ര ദേഷ്യമുണ്ടോ അതിനേക്കാളും എത്രയോ കൂടുതലാണ് എനിക്ക്. നിന്റെ ജയിലിൽ കിടക്കുന്ന ആങ്ങളെ പുറത്തിറക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അതുവരെ മിണ്ടരുത്.